നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുമ്പായി തന്നെ സംസ്ഥാന സർക്കാർ കൊടുത്തു തീർത്തിരുന്നു. 62 ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ മാസം വരെ പെൻഷന് അപേക്ഷിച്ച ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം ഈ മാസം അവരെ അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മളുടെ പെൻഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തും. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്, മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ മാസം 20-ാം തീയതിക്ക് മുൻപായി തന്നെ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള 3 മാസത്തെ പെൻഷൻ തുകയുടെ ഒരു ഗഡു പെൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് വിതരണം ചെയ്യാൻ പോകുന്ന 3200 രൂപയും അവർക്ക് ലഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അവരുടെ മസ്റ്ററിങ് സ്റ്റാറ്റസ് സേവന പെൻഷൻ സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും മസ്റ്ററിങ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ആധാർ കാർഡുമായോ അല്ലെങ്കിൽ പെൻഷൻ ഐഡിയുമായോ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി കൃത്യമായി മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു സന്തോഷകരമായ അറിയിപ്പ് വന്നിരിക്കുന്നത്, നമ്മുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കുടിശ്ശികയായിട്ടുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ തുകയും ഈ മാസം വിതരണം ചെയ്യും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ അവർ നമ്മളുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ലിസ്റ്റിലുള്ള കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് അവരുടെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിന് സംബന്ധിച്ച ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരാണ് നമുക്കിപ്പോൾ കേന്ദ്ര വിഹിതം ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ ഇത് സംസ്ഥാന സർക്കാരായിരുന്നു നൽകി വന്നിരുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ ഈ ഒരു വിഹിതവും കൂടി കൂട്ടിച്ചേർത്ത് സംസ്ഥാന സർക്കാർ ആദ്യം വിതരണം ചെയ്യും. പിന്നീട് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക നമ്മുടെ സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2023 മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ടാണ് നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രദ്ധിക്കുക. താങ്ക്